സഹോദരങ്ങൾ തമ്മിൽ വഴക്കുണ്ടാകുന്നത് സർവ്വസാധാരണമാണ്. പലപ്പോഴും ഇത്തരം വഴക്കുകൾക്ക് അറിയാതെയാണെങ്കിലും മാതാപിതാക്കളും കാരണമാകാറുണ്ട്. കുട്ടികൾക്കിടയിലുള്ള മത്സരങ്ങളും അസൂയയും ഒഴിവാക്കി ജീവിതം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഏറ്റവും ശക്തമായ ബന്ധം സൃഷ്ടിക്കാൻ മാതാപിതാക്കളുടെ ഇടപെടലിന് സാധിക്കും. സ്വന്തം കുട്ടികൾക്കിടയിൽ പരസ്പര ബഹുമാനവും ദൃഢമായ സ്നേഹബന്ധവും വളർത്തിയെടുക്കുന്നതിന് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നോക്കാം. വീട്ടിൽ എല്ലാ മക്കൾക്കും ഒരേ നിയമങ്ങൾ തന്നെയാണെന്ന് മാതാപിതാക്കൾ ഉറപ്പുവരുത്തണം. ചേട്ടൻ അങ്ങനെ ചെയ്തപ്പോൾ കുഴപ്പമില്ല, ഞാൻ ചെയ്താലാണ് പ്രശ്നം, ഇത്തരം സംസാരങ്ങൾ വീടുകളിൽ ഉണ്ടാകരുത്. എല്ലാ മക്കൾക്കും വേണ്ടി വ്യക്തവും സുസ്ഥിരവുമായ നിയമങ്ങൾ ക്രമീകരിച്ചാൽ നീതിയുടെയും സമത്വത്തിന്റെയും ഒരു ബോധം കുട്ടികളിൽ സൃഷ്ടിക്കപ്പെടും. ഇത് അവർക്കിടയിൽ അനാവശ്യമായ മത്സരത്തിന്റെ സാധ്യത കുറയ്ക്കുന്നു. എല്ലാ കുട്ടികളും വ്യത്യസ്തരാണ്. നിങ്ങളുടെ ഒരു കുട്ടിക്ക് പഠിക്കാനാണ് താല്പര്യമെങ്കിൽ മറ്റൊരു കുട്ടിക്ക് സംഗീതമോ കായികാഭ്യാസങ്ങളോ ഒക്കെ ആയിരിക്കും താല്പര്യം. മാതാപിതാക്കൾ ഈ വ്യത്യസ്തത അംഗീകരിക്കുകയും ഓരോ കുട്ടിയുടെയും കഴിവുകളും താല്പര്യങ്ങളും ഊന്നിപ്പറയുകയും ആഘോഷിക്കുകയും ചെയ്യുന്നത് കുട്ടികൾക്കിടയിൽ നല്ല അന്തരീക്ഷം വളർത്തുന്നു. നല്ല മാർക്ക് ലഭിച്ച കുട്ടിയുടെ വിജയം ആഘോഷിക്കുന്നത് പോലെ തന്നെ ഫുട്ബോൾ കളിയിൽ ജയിച്ചു വന്ന കുട്ടിയുടെ വിജയവും ആഘോഷിക്കണം എന്ന് ചുരുക്കം. ഇങ്ങനെ കുട്ടികളുടെ വ്യക്തിത്വത്തെ മാതാപിതാക്കൾ അംഗീകരിക്കുന്നത് കുട്ടികൾക്ക് തങ്ങളെപ്പറ്റിയുള്ള മതിപ്പ് വർദ്ധിപ്പിക്കുകയും ആരോഗ്യകരമായ സഹോദര ബന്ധങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുമെന്ന് ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു. ഓരോ കുട്ടിക്കും മാതാപിതാക്കളിൽ നിന്ന് വ്യക്തിഗത ശ്രദ്ധ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നത് കുട്ടികൾക്കിടയിൽ അനാവശ്യമായ അസൂയയും മത്സരവും ഒഴിവാക്കും. മക്കളെ അവരുടെ നേട്ടങ്ങളിൽ അഭിനന്ദിക്കാൻ മാതാപിതാക്കൾ മറന്നുപോകരുത്. കാരണം ഈ അഭിനന്ദനങ്ങൾ തങ്ങളെ മാതാപിതാക്കൾ ശ്രദ്ധിക്കുന്നുണ്ടെന്നും സ്നേഹിക്കുന്നുണ്ടെന്നും ഉള്ളതിന്റെ വ്യക്തമായ തെളിവാണ്. മാതാപിതാക്കൾ ബോധപൂർവം ഈ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തുമ്പോൾ കുട്ടികളിൽ അവർ സ്നേഹിക്കപ്പെടുന്നുവെന്ന ബോധ്യം ഊട്ടിയുറപ്പിക്കപ്പെടുകയും ശ്രദ്ധ ലഭിക്കുന്നതിനായി പരസ്പരമുള്ള മത്സരത്തിന് ഇട നൽകാതിരിക്കുകയും ചെയ്യുന്നു. വീട്ടിലെ ഉത്തരവാദിത്തങ്ങളിൽ കുട്ടികൾക്ക് പങ്കാളിത്തം നൽകുമ്പോൾ കുട്ടികൾ ഒരുമിച്ച് അക്കാര്യം ചെയ്യുവാൻ അവസരമൊരുക്കുന്നത് അവർക്കിടയിൽ മെച്ചപ്പെട്ട ബന്ധം വളർത്താൻ സഹായിക്കും. ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ഒരുപാട് നല്ല അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. മോശം അനുഭവങ്ങളാണ് ഉണ്ടാകുന്നതെങ്കിൽ കൂടെയും അതവർ തമ്മിലുള്ള ബന്ധത്തെ ബലപ്പെടുത്തും. അത്തരം അവസരങ്ങളെ ഒരുമിച്ച് നിന്ന് എങ്ങനെ അതിജീവിക്കണമെന്ന് അവർ പഠിക്കുകയും ചെയ്യും. ഈ പ്രവർത്തനങ്ങൾ സഹകരണത്തിനും കൂട്ടായ പ്രവർത്തനത്തിനും ശക്തമായ ബന്ധത്തിനും അവസരമൊരുക്കുന്നു. അതുകൊണ്ട് വീട്ടിലെ കാര്യങ്ങൾ അവർ ഒരുമിച്ച് ചെയ്യട്ടെ. ചില മാതാപിതാക്കളെങ്കിലും മക്കളെ പരസ്പരം താരതമ്യപ്പെടുത്തി സംസാരിക്കാറുണ്ട്. അത്യാവശ്യം നന്നായി പഠിക്കുന്ന ചേച്ചിയെ ചൂണ്ടിക്കാട്ടി ഇളയ കുട്ടിയോട് പറയും, നീ നിന്റെ ചേച്ചിയെ കണ്ട് പഠിക്കടി. മുതിർന്ന കുട്ടി അക്കാദമിക് കാര്യങ്ങളിൽ മികവ് പുലർത്തുന്നത് പോലെ ഇളയ കുട്ടിയും പഠിക്കണം എന്ന നല്ല ഉദ്ദേശത്തോടെയാണ് മാതാപിതാക്കൾ ഇപ്രകാരം പറയുന്നത്. എന്നാൽ ഈ താരതമ്യപ്പെടുത്തലുകൾ പലപ്പോഴും മക്കൾക്കിടയിൽ സ്പർദ്ധ ഉണ്ടാക്കാൻ മാത്രമേ ഉപകരിക്കൂ എന്നതാണ് വാസ്തവം. അതിനാൽ കുട്ടികളുടെ വ്യത്യസ്തത അംഗീകരിക്കുകയും താരതമ്യപ്പെടുത്തലുകൾ ഒഴിവാക്കുകയും ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ വരുന്നവരേക്കും ഇറ്റ്സ് സൈനിങ് ഔട്ട് ഫ്രം ദ ഗ്രോയിങ് പാരൻസ്. താങ്ക് യു.